നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കണ്ണൂർ വളപട്ടണത്ത് നടന്ന ഒരു മോഷണം. വളപട്ടണത്തെ അരി മൊത്ത വ്യാപാരിയായ അഷ്റഫിൻ്റെ വീട്ടിലെ അലമാരിയിൽ സൂക്ഷിച്ചിരുന്നത് 300 പവൻ സ്വർണവും 1 കോടി രൂപയും. കിടപ്പുമുറിയിലെ ലോക്കറിലാണ് ഈ പണവും സ്വർണവും സൂക്ഷിച്ചിരുന്നത്. ഈ വാർത്ത ഒരു മോഷണ വാർത്തയാണ്. ഇത്തരം മരയുളകൾ ഇപ്പോഴും കേരളത്തിലുണ്ടല്ലോ എന്നോർക്കുമ്പോൾ നമ്മൾ തലയിൽ കൈവച്ചു പോകും. സ്വർണ്ണവിലയെക്കുറിച്ചൊക്കെ നമുക്ക് ചില ധാരണകളുണ്ട്. അത്യാവശ്യം കനമുള്ള സ്വർണ്ണമാലയുമൊക്കെ ഇട്ടുകൊണ്ട് നിരത്തിലൂടെ നടന്നുപോയാൽ അത് പൊട്ടിച്ചോടിപ്പോകുന്ന കള്ളന്മാർക്കിടയിലാണ് 300 പവൻ വീട്ടിലെ കിടപ്പുമുറിയിലെ അലമാരിയിൽ സൂക്ഷിച്ചു വെച്ച ഈ വ്യവസായി. വളപട്ടണം മന്നയിൽ പൂട്ടിയിട്ട വീട് കുത്തി തുറന്നാണ് 1 കോടി രൂപയും 300 പവൻ സ്വർണവും കള്ളന്മാർ മോഷ്ടിച്ചത്. കണ്ണൂർ നഗരത്തിൽ അരി മൊത്ത വ്യാപാരം നടത്തുന്ന KP അഷ്റഫിന്റെ വീട്ടിൽ നിന്നാണ് ഇത്തരമൊരു മോഷണം. കിടപ്പുമുറിയിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമായി മോഷ്ടാക്കൾ കടന്നു. ഇക്കാര്യം അറിഞ്ഞതുപോലും മണിക്കൂറുകൾക്ക് ശേഷം. മന്ന KSEB ഓഫീസിന് സമീപമുള്ള വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടിലുള്ളവർ ഇക്കഴിഞ്ഞ 19-ാം തീയതി വീട് പൂട്ടി മധുരയിലെ സുഹൃത്തിനെ സന്ദർശിക്കാൻ പോയി. ഒന്നോർക്കണം, 1 കോടി രൂപയും 300 പവൻ സ്വർണവും കിടപ്പുമുറിയിലെ അലമാരിയിൽ പൂട്ടിവെച്ചാണ് ഈ മരവാഴകൾ നേരെ മധുരയ്ക്ക് യാത്ര പോയത്. യാത്രയൊക്കെ കഴിഞ്ഞ് ഞായറാഴ്ച ഇവർ വീട്ടിൽ തിരിച്ചെത്തി. കിടപ്പുമുറിയിലെത്തിയപ്പോൾ അന്തം വിട്ടുപോയി. അടുക്കള ഭാഗത്തെ ജനലിന്റെ ഗ്രില്ല് മുറിച്ചു മാറ്റിയിരിക്കുന്നു. മോഷ്ടാക്കൾ വീടിനുള്ളിൽ കടന്നു എന്ന് ഇത് കണ്ടതോടെ വീട്ടുകാർക്കുറപ്പായി. തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ 3 മോഷ്ടാക്കൾ. അവർ മുഖംമൂടിയൊക്കെ ധരിച്ചിരുന്നു. മതിൽ ചാടി വീടിനുള്ളിലേക്ക് കടക്കുന്ന 3 മോഷ്ടാക്കളുടെ ദൃശ്യങ്ങളാണ് CCTVയിലുള്ളത്. ഇൻസ്പെക്ടർ TP സുമേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ തുടങ്ങി. വ്യവസായി ആയതുകൊണ്ടാണ് ഇത്രയും തുക വീട്ടിൽ വെച്ചത് എന്ന് അയാൾ പോലീസിനോട് മറുപടി കൊടുത്തു. എന്നാൽ എന്തിനാണ് 300 പവൻ സ്വർണം ഇങ്ങനെ വീട്ടിൽ സൂക്ഷിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. കുടുംബം സ്ഥലത്തില്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിരിക്കുന്നത്. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധനകളൊക്കെ നടത്തി. മോഷണത്തെ തുടർന്ന് അഷ്റഫും കുടുംബവും ബന്ധുവീട്ടിലേക്ക് മാറി. ഇടയ്ക്കിടെ യാത്ര ചെയ്യുന്ന ശീലമുണ്ട് അഷ്റഫിനും കുടുംബത്തിനും. ഇത്രയും വലിയ തുക മോഷണം പോയി എന്ന വിവരം മാധ്യമങ്ങളിലൂടെയാണ് തങ്ങൾ അറിഞ്ഞത് എന്ന് അയൽക്കാർ പറയുന്നു. അയൽക്കാരും നാട്ടുകാരുമൊന്നും അറിയാത്ത ഈ രഹസ്യം എങ്ങനെ മോഷ്ടാക്കൾക്ക് മനസ്സിലായി? സ്വർണവും പണവുമൊക്കെ വീട്ടിൽ ഇതുപോലെ സൂക്ഷിച്ചു വെച്ച് കള്ളന്മാരെ ക്ഷണിച്ചു വരുത്തുന്ന ഒട്ടനവധി പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് കുറുവാ സംഘവും ടീംസും ഒരിക്കലും വിട്ടുപോകാത്തത്. സ്വർണത്തോടുള്ള ആർത്തി, അത് വീട്ടിൽ എങ്ങനെയെങ്കിലുമൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് വെക്കാനുള്ള ത്വര, ഇതൊക്കെ കേരളത്തിലേക്ക് കൂടുതൽ കള്ളന്മാരെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. ആലപ്പുഴയിലും എറണാകുളത്തുമൊക്കെ ഇക്കഴിഞ്ഞയാഴ്ച കുറുവാ സംഘത്തിന്റെ വിളയാട്ടമായിരുന്നു. എത്രയെത്ര വീടുകളിലാണ് സ്വർണം അപഹരിക്കാനായി അവർ പതുങ്ങിക്കയറിയത്. കുറുവാ സംഘം പോലെയുള്ള മോഷണ സംഘങ്ങൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും താമസിക്കുന്നു. സൂക്ഷ്മത വേണം എന്ന് പോലീസ് നാഴികയ്ക്ക് 40 വട്ടം മാധ്യമങ്ങളിലൂടെ ബോധവൽക്കരണമൊക്കെ നടത്തുന്നുണ്ട്. പറഞ്ഞിട്ടെന്ത് കാര്യം? ഇമാതിരി മരയുളകൾ തന്നെയാണ് കേരളത്തിൽ താമസിക്കുന്നത്. എത്രയെത്ര അനുഭവങ്ങൾ ഉണ്ടായാലും നമ്മൾ മലയാളികൾ പഠിക്കില്ല. എന്തിനാണ് ഇത്ര പവൻ സ്വർണമൊക്കെ കെട്ടിത്തൂക്കി നടക്കുന്നത്? അതിനൊന്നും ഉത്തരം പറയാൻ പലർക്കും കഴിയില്ല. മലയാളികളുടെ പൊങ്ങച്ചം മിക്കവാറും ഇത്തരം സ്വർണ്ണാഭരണങ്ങളുടെ പ്രദർശനത്തിൽ തന്നെയാണ്. അതാണ് പലപ്പോഴും നമുക്ക് വീഴ്ചയാകുന്നതും. വിദേശ രാജ്യങ്ങളിലൊന്നും ഇത്രമാത്രം സ്വർണ്ണപ്രഭമില്ല. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും ഇത്ര സ്വർണ്ണപ്രഭമില്ല. വിദേശ രാജ്യങ്ങളിൽ ആളുകളൊക്കെ സ്വർണത്തെ ഒരു നിക്ഷേപമായി മാത്രമേ കാണാറുള്ളൂ. എന്നാൽ കേരളത്തിൽ സ്വർണ്ണ ആഭരണങ്ങളോടാണ് ആളുകൾക്ക് പ്രിയം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. പലരും അതിനുള്ളിലെ ചതിക്കുഴികൾ മനസ്സിലാക്കില്ല. സ്വർണ്ണാഭരണം വാങ്ങുന്നതും സ്വർണ്ണ കോയിനുകൾ വാങ്ങുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സ്വർണ്ണാഭരണശാലകളൊക്കെ തടിച്ചു കൊഴുക്കുന്നതിന്റെ കാരണം തിരക്കിയാൽ നമുക്കത് കൃത്യമായി മനസ്സിലാകും. ചില സ്വർണ്ണക്കടക്കാർ 25% വരെയാണ് ചില ആഭരണങ്ങൾക്ക് പണിക്കൂലിയായി ഈടാക്കുന്നത്. ഇപ്പോഴത്തെ വില വെച്ച് നോക്കുമ്പോൾ എത്രമാത്രം കൊള്ളയാണ് അവർ നടത്തുന്നത്. സ്വർണം തിരികെ വിൽക്കുമ്പോൾ നമുക്ക് ഈ പണിക്കൂലി ലഭിക്കില്ല. പണിക്കൂലി ഇനത്തിലും പണിക്കുറവ് ഇനത്തിലും നമ്മുടെ കയ്യിൽ നിന്ന് അവർ സ്വർണത്തിന്റെ തൂക്കം കുറയ്ക്കും. സ്വർണത്തിന്റെ പണിക്കൂലിയും ടാക്സും ഒക്കെ കൂട്ടി നോക്കുമ്പോൾ സ്വർണം വലിയ നിക്ഷേപമൊന്നുമല്ല എന്ന യാഥാർത്ഥ്യം ആളുകൾ തിരിച്ചറിയണം. ചിലർ പറയും കയ്യിൽ പണമിരുന്നാൽ ചെലവായി പോകും, അതുകൊണ്ടാണ് സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നതെന്ന്. സ്വർണം വാങ്ങി ഇതുപോലെ അലമാരിയിൽ സൂക്ഷിച്ചാൽ കള്ളന്മാർ പൊക്കിക്കൊണ്ടുപോകും.
ചിലപ്പോൾ പോലീസിന്റെ മിടുക്കുകൊണ്ട് ഇതൊക്കെ തിരികെ കിട്ടിയെന്ന് വരും. നമ്മുടെ പോലീസിന് ഈ നാട്ടിൽ ആവശ്യത്തിന് പണിയുള്ളപ്പോഴാണ് ഇമാതിരി പുലിവാലുകൾ നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നത്. 300 പവൻ സ്വർണം വളപട്ടണത്തെ ഒരു വീട്ടിൽ നിന്ന് കിട്ടി എന്ന വാർത്ത മറ്റു കള്ളന്മാർക്ക് പോലും വലിയ പ്രചോദനമാകും. ഇത്തരം സ്വർണ്ണ നിക്ഷേപമുള്ള വീടുകൾ തേടി അവർ കേരളം അരിച്ചു പെറുക്കും എന്നതിൽ സംശയം വേണ്ട. ബാങ്കുകളിലൊക്കെ ഇപ്പോൾ ലോക്കർ സംവിധാനമുണ്ട്. അതൊന്നും ഈ വീട്ടുകാർക്കറിയില്ലേ എന്നാണ് ഇപ്പോൾ അയൽക്കാർ പോലും ചോദിക്കുന്നത്. പോലീസിൽ പരാതിപ്പെട്ട അഷ്റഫ് ആദ്യം പോലീസിനോട് പറഞ്ഞത് അതിനേക്കാൾ വിശേഷമായ ചില വിശദീകരണങ്ങൾ. CCTV ഉണ്ടല്ലോ എന്ന് കരുതി. CCTV കള്ളന്മാരെ ഓടിക്കില്ലല്ലോ എന്നൊരു പക്ഷേ പോലീസ് മനസ്സിൽ ഊറിച്ചിരിച്ചു കാണും. പലരുടെയും ഭാവം അതാണ്. വീട്ടിലും പരിസരത്തുമൊക്കെ CCTV അങ്ങ് ഘടിപ്പിച്ചു വെച്ചാൽ എല്ലാം CCTV നോക്കുമെന്ന ഭാവം. കള്ളന്മാരാരാ മോൻ? അവർ മുഖമൊക്കെ മറച്ച് ശരീരത്തിൽ ചായമൊക്കെ പൂശിയാണ് ഇപ്പോൾ കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ചുള്ള ഒരു വിവരവും പോലീസിനും പലപ്പോഴും കിട്ടാറില്ല. ദേഹത്ത് എണ്ണയൊക്കെ തേച്ചാണ് മിക്കവരുടെയും നടത്തം. അതുകൊണ്ട് തന്നെ കൈവിരൽ പോലും വേണ്ട പോലെ പതിഞ്ഞു കിട്ടാറില്ല ഫോറൻസിക്കിന്. മലയാളികളുടെ ഈ സ്വർണത്തോടുള്ള ആർത്തി തീരാത്തിടത്തോളം കാലം കള്ളന്മാരൊഴിയാത്ത നാടായി നമ്മുടെ കേരളം ഇങ്ങനെ നിലനിൽക്കും. നമുക്ക് ഇഷ്ടം പോലെ ഇങ്ങനെയുള്ള മോഷണ വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.